ചൊക്ലിയിലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ജയകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാൻ 25 ബോട്ടിൽ എ പോസിറ്റീവ് ബ്ലഡ് ഒരുമിച്ച് വിതരണം ചെയ്ത ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു അനുഭവക്കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഒരു വ്യക്തിക്ക് എ പോസിറ്റീവ് ബ്ലഡ് വേണം. അത് പലയിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതിനപ്പുറം ഒരു വാഹനത്തിൽ ഒരുമിച്ച് 25 എ പോസിറ്റീവ് ബ്ലഡുകാർ വരുന്നു. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അവർ ഒരുമിച്ച് രക്തം ദാനം ചെയ്യുകയാണ്. ആ മഹത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയിലെ ഒരു പ്രവർത്തകനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് ജനം കേട്ടിരിക്കേണ്ട ഒരു കുറിപ്പാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പ്. രക്തദാനത്തിനിടയിൽ മൈത്ര ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലെ ജീവനക്കാരിയായ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഡിവൈഎഫ്ഐക്കാരാണോ? ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചത്? അവർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഇതുവരേക്കും 25ഓളം ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഒന്നിച്ച് രക്തദാനം നടത്തിയിട്ടില്ല. ഇതുപോലെ ഒരുപാട് പേർ ഒന്നിച്ച് രക്തദാനം നടത്തണമെങ്കിൽ തീർച്ചയായും